ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മേരി ജോസഫ്. ഞാൻ എറണാകുളം വരാപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ജൂലൈ 26 ഇവിടെ വന്നത്. ഞാൻ വളരെ വേദനയോടെ ഉടമ്പടി എടുക്കാൻ വന്നതല്ല. എൻ്റെ മോൻ ജോലിക്ക് ഒരു 2.5 ലക്ഷം രൂപ ബോംബെയിൽ കൊടുത്തിട്ട് ജോലിയും കിട്ടിയില്ല, പൈസയും കിട്ടിയില്ല. ജോലി വേറെ സ്ഥലത്തുനിന്ന് ആകും, പൈസ നിങ്ങൾ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞ് സൂത്രത്തിൽ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് മേടിച്ചെടുത്തു. അപ്പോഴത്തേക്കും നിങ്ങൾ നോക്കിക്കോ, സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേറെ സ്ഥലത്ത് കൊടുക്കാനാന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കൈക്കലാക്കി. പക്ഷേ ഈ പൈസ എന്ത് ചെയ്തിട്ടും കിട്ടാണ്ടായി. പിന്നീടും അവൻ പല സ്ഥലത്തും ജോലിക്ക് ശ്രമിച്ചിട്ട് ജോലിയിൽ ഇൻ്റർവ്യൂ മുഴുവൻ അവൻ പാസ്സാവും. ഒരിക്കൽ പോലും അവന് ജോലിയുടെ കയറ്റാന്ന് പറയും, സമയം എത്തുമ്പോൾ 2 ഷിപ്പ് അടുപ്പിച്ച് വരും. മർച്ചൻ്റ് നേവി ആയിരുന്നു അവൻ പഠിച്ചത്. 2 ഷിപ്പ് വരുമ്പോൾ ചെറിയ ഷിപ്പിൽ കയറണ്ട എന്ന് വിചാരിച്ച് അത് ഒഴിവാക്കിയിട്ട് വലിയ ഷിപ്പ് നോക്കിക്കൊണ്ട് വെക്കും. അവസാനമാകുമ്പോൾ വലിയ ഷിപ്പിലും അവനെ വിളിക്കൂല. ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് ഭയങ്കര പ്രയാസമായി. ഞാൻ കാരണം കുടുംബത്തിൻ്റെ 2.5 ലക്ഷം രൂപയും പോയി. എനിക്ക് ഇത്രയും പ്രായമായിട്ടും ജോലിയും കിട്ടണില്ല. അവന് ജോലിയിലേക്ക് ഷിപ്പിലേക്ക് 27 വയസ്സായ പിന്നെ ഷിപ്പിലേക്ക് എടുക്കൂല. അങ്ങനെ ഇരുന്നപ്പോൾ അവൻ ഒരു ദിവസം പെട്ടെന്ന് എന്നോട് യാത്രയായിട്ട് പറഞ്ഞു, ഞാൻ ബോംബെ പോവാണ്, എൻ്റെ നഷ്ടപ്പെട്ടു പോയ പൈസ കാരണന്മാർക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ ആരെ കൂടെ ബോംബെക്ക് പോകണു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ തനിച്ചാണ് പോണേ, എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ബന്ധത്തിൽ അമ്മയുടെ ആങ്ങളയുടെ ഒരു മകനാണ് ബോംബെയിലുള്ളത്. അവൻ്റെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ആ പൈസയ്ക്ക് ബോംബെക്ക് പോകണ്ട, ബോംബെയിൽ കൊന്നിട്ടാൽ പോലും ആരും അറിയൂല എന്ന് പറഞ്ഞു. അപ്പം ഇവൻ പറഞ്ഞു, എത്ര പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ഞാൻ പോകും, ഞാൻ മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ, എന്നാലും നിങ്ങളുടെ പൈസ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ജീവിതത്തിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഭർത്താവും ഒരുമിച്ച് കരഞ്ഞ ഒരു ദിവസമായിരുന്നു. കാരണം 2 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ ഇവളുടെ കല്യാണം കഴിഞ്ഞു, പിന്നുള്ളൊരു മകനാണ്. അപ്പം പറഞ്ഞു, വേളാങ്കണ്ണി പോയി പ്രാർത്ഥിച്ച് കിട്ടിയ മോനാണ്, ഇനി കാണാൻ പറ്റുമോ എന്നറിയാൻ പാടില്ലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ആലപ്പുഴ കൃപാസനത്തിലൊന്ന് പോട്ടെ എന്ന് ചോദിച്ചു. ഒരിക്കലും ദൂരേക്ക് എന്നെ വിടൂലാത്ത ആളാ. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, പോയിക്കോന്ന് പറഞ്ഞു. ഞാൻ വേഗം എൻ്റെ ഒരു കൂട്ടുകാരിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ ഒന്ന് കൃപാസനം വരെ വരുമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ മോൻ ബോംബെയിൽ എത്തുന്നതിന് മുമ്പ് എനിക്കിവിടെ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അത്ര അത്യാവശ്യം? ഞാൻ പറഞ്ഞു, അതേടി എനിക്ക് അത്ര അത്യാവശ്യമാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാനും അവളും അയലൊക്കത്തെ ഒരു ചേച്ചിനെ അവളും കൂട്ടി വിളിച്ചു. ഞങ്ങൾക്ക് ഈ സ്ഥലം അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ടൂറ് പോയിപ്പോൾ ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട്, പള്ളികൾ കയറിയപ്പോൾ, അത്രേ എനിക്കറിയുള്ളൂ. അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചെങ്കിലും ഉടമ്പടി എടുക്കാൻ ഞാൻ റെഡി ആയില്ലായിരുന്നു. കാരണം ഉടമ്പടി എങ്ങനെയാണ് എനിക്കത് പാലിക്കാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം അപ്പം ഞാൻ തിരിച്ച് ഒരു 3:45 തിരിച്ച് പോകാൻ നേരത്ത് എൻ്റെ നേരെ എതിർവശത്തേക്ക് ഒരു കൊച്ചു വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് കൊച്ചു എന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, മോളെ ഇവിടെ ഉടമ്പടി എടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പം ഞാൻ വന്നത് രാവിലെ എന്നിട്ട് പോലും ഒരു ഉച്ചയാവാറായി ഞങ്ങളിവിടെ എത്തിയപ്പോൾ, എന്നിട്ട് പോലും ഞാൻ ആരോടും ചോദിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ചേച്ചി രാവിലെ വെളുപ്പിന് 5:30 പ്രാർത്ഥന ചെല്ലണം, ആഴ്ചയിൽ ഒരിക്കൽ ഉപവാസം എടുക്കണം, വൈകിട്ട് ഇന്ന പ്രാർത്ഥന എല്ലാം. അതൊരു 5 മിനിറ്റ് കൊണ്ട് ആ കുട്ടി പറഞ്ഞപ്പോൾ ചോദിച്ചു, ഇത്രയേ ഉള്ളൂ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഉപവാസം ഞാൻ എല്ലാ ആഴ്ച എടുക്കണതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ ഉടമ്പടി എടുത്തിട്ടാ വന്നോളൂ എന്ന് പെട്ടെന്ന് അങ്ങോട്ട് പറയത്. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, മേരി സമയം വൈകുമെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടാ വരുള്ളൂ, നിങ്ങൾ പോകണമെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ അവരും ഞാനും ഉടമ്പടി എടുത്തു. അന്ന് 6 നിയോഗം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വെച്ചത് എൻ്റെ മോൻ ജീവനോടെ തിരിച്ചെത്തണമെന്നാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് 5 ഉടമ്പടി കൊണ്ട് 5 ആവശ്യം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ആ ആദ്യത്തെ നിയോഗം തന്നെ എൻ്റെ മോൻ ഒരു കുഴപ്പം കൂടാതെ തിരിച്ചെത്തി. കൂടാതെ അവൻ്റെ കൂട്ടുകാരൻ പയ്യനും ഹോട്ടലിലായിരുന്നു. അവൻ അവിടുത്തെ ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തു, ഇന്നോണം പൈസയ്ക്ക് അവരായിട്ട് സംസാരിക്കാൻ. അപ്പോൾ അയാൾ സംസാരിച്ചോളാമെന്നും പറഞ്ഞ് അങ്ങനെ ഒരാളെയും കണ്ടുപിടിച്ചിട്ടാണ് അവൻ തിരിച്ചു വന്നത്. 2ാമത്തെ ഉടമ്പടി ഞാൻ വെച്ചത്, ഇവൻ തിരിച്ചെത്താണെങ്കിൽ അവനൊരു ജോലി അല്ലെങ്കിൽ അനുഗ്രഹിക്കണം. അവൻ വളരെ നിരാശയിലാണ് മാതാവേ എന്നും പറഞ്ഞായിരുന്നു. അങ്ങനെ അവന് പിന്നീട് അവരും ഇവിടെ മാസം പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ അവനും ഇവിടെ വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ പൈസ അവിടെ കൊടുത്തത് കൂടാതെ ഈ വൈറ്റിലൊരു ഓഫീസിലും വീണ്ടും 60,000 രൂപ കൊടുത്തു. വീണ്ടും അവിടെ 3 ലക്ഷം രൂപയും കൂടി പിന്നെ കൊടുക്കണം. അപ്പോൾ
ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക, വേലയെടുത്ത് മുഴുവൻ തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, മാതാവ് എന്ത് ചെയ്യുമെന്ന് ഓർത്ത്. അപ്പം അച്ഛൻ ഈ അൾത്താരേന്ന് വിളിച്ച് പറയാണ്. ഭയങ്കര തിരക്കായിരുന്നു, ഞങ്ങൾ ഫ്രണ്ടിൽ അവിടെ ഇരുന്നത്. അപ്പം എനിക്ക് എഴുന്നേക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റാത്ത ഞാനാ. അപ്പം അച്ഛൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പൈസ 2.5 ലക്ഷം രൂപ കൊടുത്തു, അത് നഷ്ടപ്പെട്ടു. വീണ്ടും ഇപ്പോൾ 60,000 രൂപ കൊടുത്തു, അത് കൊടുത്തോണ്ട് ഇനിയത്തെ പൈസ കൊടുക്കണമെന്നറിയാതെ ഒരമ്മ ഇവിടെ ഇരുന്ന് വിഷമിച്ച് കരയേണ്ടെന്ന്. ഇത് കേട്ടപ്പോഴേ ഓർത്തെ, അയ്യോ ഇത് എന്നെ തന്നെയല്ലേ പറഞ്ഞതെന്ന്. അപ്പോൾ അച്ഛൻ ഒന്നോടെ റിപ്പീറ്റ് ചെയ്തത് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും കേട്ടത് ഞാൻ തന്നെയാണല്ലോ എന്ന്. അവരെ മാതാവ് കാണണ്ടട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും എൻ്റെ അടുത്തിരുന്നവരെ പോലും കണ്ടായില്ല, ഞാൻ കീപ്പോട്ട് നോക്കിയിരുന്ന് കരയായിരുന്നു. അപ്പോൾ എനിക്കിനി ഉറപ്പായി, ഇനി എവിടെ പൈസ കൊടുത്താലും എന്നെ എൻ്റെ മാതാവ് കണ്ടല്ലോ, അത് മതി എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പിന്നീട് അവൻ ഇൻ്റർവ്യൂ പാസ്സാവാൻ നേരത്ത് ഈ ലോക്കറ്റും കൊണ്ടാണ് പോയത്. അവൻ ഇൻ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു. ഓറെന്ന് പറഞ്ഞ കമ്പനിയിൽ അവന് ജോലി ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ബൈബിളിലൊരു വാക്യം പറയുന്നുണ്ട്, കാലപറിക്ക് നിന്നവൻ ഏറ്റവും മുൻപനായിന്ന്. ആ ഷിപ്പിൽ നിന്ന് അവൻ ഇറങ്ങിയത് കൊറോണ വന്നിട്ട് 13 മാസം കഴിഞ്ഞപ്പോഴവൻ ഇറങ്ങാൻ പറ്റിയ. അപ്പോൾ പല പ്രാവശ്യം അവൻ പറഞ്ഞു, ഞാൻ ഇത്രയും വൈകി ഇറങ്ങിയാൽ എനിക്ക് നഷ്ടമായി, ഇറങ്ങി കയറുമ്പോഴേ സാലറി കൂടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങോട്ട് ഇറങ്ങി ആരെയും കൊറോണ കാരണം അങ്ങോട്ട് കയറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 13 മാസം കഴിഞ്ഞാണ് ഇറങ്ങിയപ്പോൾ അവന് അത്രയും നാൾ ആ ഷിപ്പിൽ നിന്ന കാരണം കൊണ്ട് നല്ലൊരു സർട്ടിഫിക്കറ്റാണ് അവിടുത്തെ ക്യാപ്റ്റൻ കൊടുത്തത്. അതായത് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ കഴിയുന്ന എന്നുള്ള സർട്ടിഫിക്കറ്റായിരുന്നു. അത് കാരണം അവൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അപേക്ഷിച്ചപ്പോൾ അതിനേലും നല്ലൊരു കമ്പനിയിലേക്ക് കിട്ടി. ഇപ്പോൾ ഏറ്റവും നല്ല കമ്പനിയായ ടോം കമ്പനിയിൽ ഏറ്റവും നല്ല സാലറിയോടെ ദൈവം മാതാവും തിരുക്കുമാരനും എൻ്റെ മോന് ജോലി നൽകി അനുഗ്രഹിച്ചു. ഈ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ആ നിലയിലെത്താൻ സാധിക്കില്ലായിരുന്നു. 3ാമത്തെ നിയോഗം വെച്ചത് എൻ്റെ ഈ മോക്ക് വേണ്ടിയിട്ടാണ്. ഇവൾ പഠിക്കുമ്പോഴൊക്കെ വളരെ പഠിക്കാൻ പിറകിലായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഓർത്ത് വിഷമിച്ചിട്ടുണ്ട്. അന്നേകാലം ചെറുതായിരുന്നപ്പോൾ ഞാൻ കൂട്ടുകുടുംബത്തിൽ മൂത്ത ആളായിട്ട് വന്നേ. മക്കളെ പഠിപ്പിക്കേണ്ട സമയത്തൊന്നും ഞാൻ പഠിപ്പിക്കാൻ പറ്റിയില്ല. എനിക്ക് എല്ലാവരെയും നോക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ ഇൻഷുറൻസ് ഏജൻ്റായിട്ട് ജോലി നോക്കായിരുന്നു. അപ്പോഴും എൻ്റെ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ പറ്റിയില്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അത് കാരണം ഇവളെ നേഴ്സിംഗ് കഴിഞ്ഞ് ഇവൾക്ക് UK പുറത്ത് രാജ്യത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ IELTS OET ഇതിന് എഴുതാൻ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. എഴുതിയിട്ടാണ് പോകാൻ പറ്റണേ, എഴുതാണ്ട് പോകാൻ പറ്റുമോ? ഇതൊന്നും മാതാവിനോട് പറയാം, എനിക്കറിയില്ല കേട്ടോ മാതാവേ. അതുകൊണ്ട് മാതാവ് എങ്ങനെയെങ്കിലും അവളെ അവിടെ എത്തിക്കണേന്ന് പറയാനോ അറിയാനോ എനിക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവളൊരു ദിവസം പറഞ്ഞു, ഞാൻ OET എഴുതി പാസ്സാവൂല, അതുകൊണ്ട് ഞാൻ അല്ലാതെ പൊക്കോളാം എന്ന് പറഞ്ഞു. ഇനി അവൾ പോയ കാര്യം അവൾ തന്നെ പറയും. ഞാൻ OET പഠിക്കാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു. 10-7 എൻ്റെ സ്കോറ് കിട്ടണത്. അപ്പോൾ എഴുതിയാൽ ജയിക്കൂലെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേരള വിസയിൽ പോയി. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരെയും പോലെ അത്ര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര മെൻ്റൽ ടോർച്ചറിങ് ആയിരുന്നു എനിക്ക്. അവരെന്നോട് ഏതൊരും പറയും COS ക്യാൻസൽ ചെയ്യുമെന്ന്. അതില്ലാതെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അപ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരേണ്ടി വരും. അതുകൊണ്ട് അവർ പറയണ പോലെ തന്നെ ഡ്യൂട്ടി ഷെഡ്യൂളാണെങ്കിലും ചെയ്ത് ഞാൻ ഫുൾ നൈറ്റാണ് ചെയ്യാറുള്ളൂ. അവരതാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണത്. അപ്പോൾ ആകെ എനിക്ക് നിരാശയായി. അങ്ങനെ ഞാൻ OET എഴുതാമെന്ന് തീരുമാനിച്ച്. എനിക്കല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടായില്ല. അങ്ങനെ ഞാൻ OET ഏറ്റവും ആദ്യം അറ്റംപ്റ്റ് ചെയ്ത് എനിക്ക് കിട്ടിയില്ല. റീഡിങ്ങാണ് എനിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് 2ാമത് എഴുതാൻ വേണ്ടി തീരുമാനിച്ച്. അപ്പോഴേക്കും ഞാൻ ജോസഫ് അച്ഛന് സ്വപ്നം കണ്ട്. അച്ഛൻ എന്നോട് പറയണതാണ്, നീ OET പാസ്സാവൂലെന്ന്. അതോടെ എനിക്ക് എത്ര പഠിച്ചിട്ടും പിന്നെ എനിക്ക് തന്നെ ടെൻഷനായി. അത് കഴിഞ്ഞ് ഞാനത് എഴുതിയെങ്കിലും അതിന് ഇതുപോലെ തന്നെ നിസ്സാര മാർക്കിന് ഞാൻ റീഡിങ് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ 3ാമത് എഴുതാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ മമ്മീനോട് പറഞ്ഞേ, ഇങ്ങനെ ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ട അച്ഛൻ ജയിക്കൂലെന്നാണ് പറഞ്ഞേന്ന് പറഞ്ഞേ. അപ്പം മമ്മി എൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ട് ഞാൻ ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛനെ വന്ന് കണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ച് അച്ഛൻ പൊയ്ക്കോളാൻ പറഞ്ഞു. മമ്മീനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ആ എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ കഴിഞ്ഞ മാസം 22-നാണ് UK വന്നത്. അപ്പോൾ അതിക്ക് മുൻപത്തെ ദിവസം ഞാൻ അറിഞ്ഞായിരുന്നു എൻ്റെ മെയിലിൽ റിസൾട്ട് വന്നെന്ന്.
പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഏറ്റവും ആദ്യമേ മാതാവിൻ്റെ നടയിൽ വന്ന് തുറക്കണമെന്നും. അതും ആ റിസൾട്ട് അപ്പം എനിക്ക് മാതാവിനോടും എൻ്റെ ഹസ്ബൻഡിനോടും മമ്മീനോടും ഒപ്പം പറയണമെന്നൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണത് എൻ്റെ മമ്മിയാണ് ഇവിടെ വന്ന്. പക്ഷെ ഞാൻ UK വന്നത് സർപ്രൈസായിട്ടാണ്. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് റിസൾട്ട് നോക്കിയിട്ട് വീട്ടിൽ ചെന്നിട്ട് മമ്മീനോട് പറയാമെന്ന് ഓർത്തത്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് റിസൾട്ട് നോക്കണതിന് മുമ്പ് ഞാൻ അവിടെ വെച്ച് എൻ്റെ മമ്മീനെ കാണണയാണ് ക്യൂവിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് മമ്മീനോടും കൂടി ഞാൻ റിസൾട്ട് ഞാൻ നോക്കാൻ പോണെയാണ് പ്രാർത്ഥിച്ചേക്കെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് എൻ്റെ റിസൾട്ട് നോക്കണത്. എനിക്കൊട്ടും പ്രതീക്ഷയുണ്ടായില്ല റീഡിങ് കിട്ടുമെന്ന്. ഞാൻ ഇവിടെ വന്ന് 4ാമത്തെ അറ്റംപ്റ്റ് എഴുതണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ച ഞാനാണ്. എൻ്റെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് റീഡിങ് കിട്ടി. എനിക്കിപ്പോൾ UK സ്കോർ ഉണ്ട്. അതുപോലെ എനിക്കൊരു ഓവർ കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ലിസണിങ് എനിക്ക് 380 ഉണ്ടായിരുന്നു 2 പ്രാവശ്യവും. അപ്പം എങ്ങനെ കറക്കി കുത്തിയാലും അതും എക്സാം കഴിഞ്ഞപ്പോഴും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ലിസണിങ് നല്ല എളുപ്പമായിരുന്നു, അപ്പം എന്തായാലും നല്ല മാർക്ക് ഉണ്ടാവുമെന്ന്. പക്ഷേ എൻ്റെ ഓവർ കോൺഫിഡൻറ്റ് കാരണം എനിക്ക് ലിസണിങ് കിട്ടിയുമില്ല. 340 നിസ്സാര മാർക്കിന് പോയി. പക്ഷേ എനിക്ക് ക്ലബിങ് സ്കോറോടുകൂടി മാതാവ് എന്നെ UK ഇപ്പം ഇതാക്കി തന്ന് സ്കോർ കിട്ടി. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കൊണ്ടുപോകുമായിരുന്നു. അത് ഞാൻ UK കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ OET സെൻറ്ററിൽ ചെല്ലുമ്പോഴും ഞാൻ എല്ലാവരോടും പറയും ഞാനിപ്പോൾ എന്തായിരിക്കണം അതൊരു മാതാവിൻ്റെയും ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാലാണ്. എന്താണെന്ന് വെച്ചാൽ അതിനുള്ളൊരു യോഗ്യത എനിക്കില്ല. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഹസ്ബൻഡിൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് പറ്റണ രീതിയിൽ ചെയ്യുമായിരുന്നു. പിന്നെ ഉപവാസം കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ എന്നെ അറിയാവുന്നവരോടും അറിയില്ലാത്തവരോടും കാണുന്നവരോടൊക്കെ പറയുമായിരുന്നു. എനിക്ക് കിട്ടിയ കുറേ അനുഗ്രഹങ്ങളുണ്ട്, അത് ഈ വേദിയിൽ പറഞ്ഞാൽ തീരുന്നതല്ല. പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും നന്ദി. 4ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് ഞങ്ങളുടെ വീട് ഉള്ളിലേക്ക് കയറിയിട്ട് അപ്പോൾ കാറ് കയറൂല. അപ്പം മോന് എന്നും അതൊരു വിഷമമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വേറൊരു സ്ഥലം ഞങ്ങളൊരു 3 സെൻറ്റ് സ്ഥലം മേടിച്ചപ്പോൾ അതൊരു അമ്പലത്തിൻ്റെ അടുത്താണെന്നും പറഞ്ഞ് ഹസ്ബൻഡിന് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ സ്ഥലം മേടിച്ചപ്പോൾ അവർക്ക് ബാധ്യതയുള്ള കാരണം അവരുടെ സ്ഥലം ആരാ വാങ്ങിയെന്നും പറഞ്ഞ് അതിലെനിക്കൊരു മാനഹാനിയും തോന്നി. അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലം വാങ്ങിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ഈ സ്ഥലം വിറ്റിട്ട് എൻ്റെ ഉള്ള സ്വർണ്ണമൊക്കെ കൊടുത്ത് ഞാനതെൻ്റെ ഡയറിയിൽ ഒരു 10 പേജിലും എഴുതിയിട്ടുണ്ട്. ഒരു 50 ലക്ഷം രൂപയ്ക്ക് വരെയാണ് ഞങ്ങൾ ടാർഗറ്റ് ഇട്ടത്. അത് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് ഇന്നോണം ചെയ്യാമെന്ന്. പക്ഷേ സ്ഥലമൊക്കെ നോക്കിയിട്ടും ഒരു സ്ഥലവും ഞങ്ങൾക്ക് പറ്റിയില്ല, സ്ഥലവും കിട്ടിയില്ല. പക്ഷേ ഞാൻ ഉടമ്പടി വീണ്ടും പുതുക്കിയത് സ്ഥലം അന്ന് വെച്ച ഉടമ്പടിയിലല്ലേ കർത്താവ് സമയമാകുമ്പോൾ തരുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി ഒരിക്കൽ പോലും 100% ഭംഗിയായി എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഓരോ തവണയും ഞാൻ ഉടമ്പടി പുതുക്കുമ്പോൾ വിചാരിക്കും അടുത്ത തവണ ഉടമ്പടി പുതുക്കിയിട്ട് എനിക്ക് കൃത്യമായിട്ട് എല്ലാം പാലിക്കണം എന്ന് വിചാരിക്കും. പിന്നെ ഞാൻ വീഴും. അങ്ങനെ ഇത് 10ാമത്തെ പുതുക്കലാണ് ഞാൻ. അപ്പോഴൊക്കെ എൻ്റെ സ്ഥലം കിട്ടാണ്ടായപ്പോഴൊക്കെ എന്നെ എല്ലാവരും വീട്ടുകാരൊക്കെ ചോദിച്ചു നീ ഏത് സ്ഥലം അങ്ങനെ വാങ്ങിക്കാൻ നോക്കണം, നിങ്ങളുടെ നാട്ടിൽ സ്ഥലം ഇല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ അടുത്ത് ഒന്നും കൊടുത്ത് ഏൽപ്പിച്ചിട്ടില്ല, തരുമ്പോൾ സന്തോഷത്തോടെ മേടിക്കാം, അല്ലാണ്ട് ഒന്നും കൊടുത്ത് ഏൽപ്പിച്ചിട്ടില്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഓരോ സ്ഥലം നോക്കി കണ്ടതും മോന് ഇഷ്ടമാവേണ്ടതും മറ്റുള്ളവരെന്നെ കളിയാക്കാനും തുടങ്ങി. നിങ്ങൾക്ക് റോഡ് സൈഡ് തന്നെ വേണം, ഇപ്പം പറയണമെന്ന് യൂണിറ്റ് തന്നെ വേണമെന്ന്. ഒരു കാര്യം ചെയ്യും, വീടോടുകൂടി വേണ്ട തന്നെ സ്ഥലമായിട്ട് വേണം പണിയണം നിങ്ങൾക്ക്. അപ്പോൾ ഉള്ള വീട്ടുകാരോട് പൊളിച്ച് മാറ്റി തരാൻ പറഞ്ഞ് എന്നെ കളിയാക്കി എൻ്റെ കൂട്ടുകാരിയുടെ കെട്ടിയോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന തമ്പുരാൻ ശക്തനാണ്, എനിക്കാ കുറവുള്ളത്. എന്തെങ്കിലും കാരണം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ അതെൻ്റെ കുറവാണ്, ദൈവത്തിൻ്റെ കുഴപ്പമല്ല, എനിക്കതിനുള്ള യോഗ്യതയേ ഉള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞ് സ്ഥലത്തിന് കാത്തിരുന്ന എൻ്റെ മുൻപിലേക്ക് നമ്മൾ കോടി ലോട്ടറി അടിക്കൂലേ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നേ. കാരണം മോന് ജോലി കിട്ടാൻ നേരത്തും അച്ഛൻ ഇവിടെ നിന്ന് അവനെ ബ്ലസ് ചെയ്തായിരുന്നു പാസ്പോർട്ട് മേടിച്ച്. അതുപോലെ സ്ഥലം കിട്ടാണ്ടായി. ഇപ്പം ഞാൻ വന്ന അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനെ എനിക്കൊരു കാശ് രൂപം തന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കാണുമ്പോൾ അവിടെ ഈ കാശ് രൂപം ഇടുന്നു പറഞ്ഞു. ഞാൻ കണ്ട സ്ഥലം ഒന്നും ഇഷ്ടമായില്ല. പിന്നെ കണ്ട സ്ഥലം 16 സെൻറ്റ് സ്ഥലം 7 ലക്ഷം രൂപ വെച്ച് 1 കോടിക്ക് മുകളിൽ. അപ്പം ഞാൻ എൻ്റെ കാശ് രൂപം കയ്യിൽ തന്നെ വെച്ചു. കാരണം അതെനിക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്തതല്ലേ എന്നോർത്ത്. തിരിച്ച് അത് ഞാൻ നോക്കിയപ്പോൾ അടുത്ത പറമ്പിലുള്ള കുട്ടി എൻ്റെ കൂട്ടുകാരി അവളെന്നോട് പറഞ്ഞേ അത് 16 സെൻറ്റ് സ്ഥലമാണ്, ഈ ജന്മം മുഴുവൻ നിങ്ങൾ പണിയെടുത്താൽ മേടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു.
ഞാൻ അത് മോനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് മോന് നല്ല കമ്പനിയിലേക്ക് ഇവൻ പറഞ്ഞ സാലറിക്ക് കമ്പനി അവനെ എടുത്തത്. അത് ഞങ്ങൾക്ക് വലിയൊരു ദൈവകൃപ മാതാവ് തന്നതാ. ഈ ഇവിടെ വന്ന നമുക്ക് എങ്ങനെയാണ് മാതാവ് വഴി തുറക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. ആ 16 സെൻറ്റ് സ്ഥലം അളന്നപ്പോൾ 15 സെൻറ്റ് ഉണ്ട്. 98 ലക്ഷം രൂപയും അതിൻ്റെ ആധാര ചെലവ് ഉൾപ്പെടെ 1 കോടിക്ക് മുകളിലായിരുന്നു അതിൻ്റെ വില. അത് എനിക്ക് അത്രയും പൈസ ഒന്നിച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മോൻ കയറിപ്പോയി എനിക്ക് ഓതറൈസേഷൻ എഴുതി തന്നിട്ട്. ആ പൈസ 3 മാസം കൊണ്ട് ബാങ്ക് മുഖാന്തരം കൊടുത്ത് 1 കോടി സ്ഥലം 2023 ഒക്ടോബർ 5-ാം തീയതി ആധാരം ചെയ്യാൻ ഈ പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കാണാത്തൊരു കാര്യമായിരുന്നു അത്. അതിൽ ഇപ്പം 3110, അതായത് 1922 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ളൊരു വീടും ഈ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ അതിന് പ്ലാൻ കിട്ടാണ്ടായി. ഇപ്പം അച്ഛൻ ബ്ലസ് ചെയ്ത് തന്നു. ആ പ്ലാനിന് പഞ്ചായത്തിൽ നിന്ന് ഈ മാസം പെർമിറ്റ് 4-ാം തീയതി 8-ാം തീയതി അടുത്ത മാസമാണ് പെർമിറ്റിന് സൈറ്റ് വിസിറ്റിന് ഞങ്ങൾക്ക് തന്നത്. പഞ്ചായത്തിൽ കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ചെന്ന് പഞ്ചായത്തിലെ പ്രസിഡൻറ്റിനെ കണ്ടപ്പോൾ പിറ്റേ ദിവസം തന്നെ പെർമിറ്റിന് കൊടുത്തേക്കാൻ പറഞ്ഞു. അവർ പെർമിറ്റും തന്നു. 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിനാണ് നാളെ അച്ഛൻ വന്ന് സ്ഥാനം കാണാൻ പോണത്. ഈ കൃപാസനത്തിൽ ഞാൻ വരുമ്പോൾ ഒരു സാധാരണയായ ഒരാളുടെ ഭാര്യയായിട്ടാണ് ഞാൻ വന്നത്. ഇന്ന് നമ്മൾക്കൊന്ന് എല്ലാം ഞാൻ ഉടമ്പടിയിൽ ഞാൻ വിചാരിച്ചത് വീണ്ടും ഇത് പുതുക്കണം. ഓരോ ദിവസവും ദൈവത്തിന് പ്രീതികരമായി എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ഓർത്ത പുതുക്കിയത്, അല്ലാണ്ട് ഇത്രയും വലിയ സ്വപ്നങ്ങൾ കണ്ടല്ല പുതുക്കിയത്. അതിനേക്കാൾ ഉപരി അന്ന് വരെ ഉണ്ടായിരുന്ന എൻ്റെ ക്രൈസ്തവ ജീവിതം, ഞാനൊരു വേദേശ ടീച്ചറാണ്. 27 കൊല്ലമായി വേദേശം പഠിപ്പിക്കുന്നു. അപ്പോൾ എനിക്കൊരു കുറവുണ്ടായിരുന്നു. സാക്ഷ്യമൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്കറിയാലോ ദൈവത്തിന് കഴിവുള്ളതാണെന്ന്, ദൈവം ചെയ്യുന്നു. അപ്പോൾ സാക്ഷ്യം കേൾക്കൽ അത്ര ഇങ്ങനെ അറിയാൻ പാടാത്തൊരു കേട്ടാൽ മതിയിലോന്ന്. അത് എന്നിലുള്ളൊരു അഹങ്കാരമായിരുന്നു. കാരണം മറ്റൊരാളുടെ സാക്ഷ്യം കേൾക്കുമ്പോഴാണ് നമ്മളുടെ കുറവും നമ്മുടെ കുറച്ചുകൂടി നമ്മൾ എങ്ങനെയാണ് ഈശോയിൽ വളരേണ്ടതെന്നും നമുക്ക് മനസ്സിലാവണത്. കൂടാതെ അച്ഛൻ്റെ ടോക്കെല്ലാം കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിനകത്ത് പരിശുദ്ധ കുർബാന കാണിക്കുമ്പോൾ എനിക്കൊരു പേടി. അത് നമ്മൾ ഫുൾ ടൈം ഇരുന്ന് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ പണിയെടുക്കുമ്പോഴൊക്കെ ബാക്കി ഞാൻ കേൾക്കണത്. അപ്പോൾ ഇത് കേൾക്കാമോ ഇല്ലയോ എന്ന് ഞാൻ പിന്നീട് പുതുക്കി ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കേൾക്കാമെന്ന്. ഇപ്പം എൻ്റെ ഏറ്റവും ഇഷ്ടം അച്ഛൻ്റെ പഴയ ടോക്കുകളും ഇപ്പോഴത്തെ ടോക്കും ഒക്കെ യൂട്യൂബിൽ നിന്ന് കേൾക്കുക എന്നുള്ളതാണ്. അതുപോലെ എനിക്കൊരു ഏറ്റവും വലിയൊരു ഇതുണ്ടായിരുന്നു സീരിയൽ കാണുക എന്നുള്ളത്. അത് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എപ്പോഴാണ് പോയതെന്ന് പോലും എനിക്കറിയില്ല. ഒരു ദിവസം ഒരു സീരിയലിൽ ഇത് ഇഷ്ടമായില്ല. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇവർ വെറുതെ വലിച്ചു നീട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കിത് നിർത്തിയാലോ എന്ന് പറഞ്ഞു. രണ്ടുപേരും ഒറ്റ തീരുമാനമായിരുന്നു. അതെങ്ങനെയാന്ന് അത് നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുന്നറിയില്ല. പള്ളിയിൽ കൊന്ത നടക്കുക അല്ലെങ്കിൽ പെരുന്നാളിന് നൊവേന നടക്കുമ്പോൾ ഞാൻ വണ്ടി ഭയങ്കരമായിട്ട് ഓണടിച്ച് വരുമ്പോൾ അവർ പറയും മേരി എന്തിനാ എത്ര തിരക്കെന്ന് പറയുമ്പോൾ സീരിയലിൻ്റെ ഒരു ചെറിയ വാക്ക് വിട്ടുപോകും, അടുത്ത പരസ്യം കഴിഞ്ഞിട്ടുള്ള അത്രയെങ്കിലും അത്ര കിട്ടും എന്ന് പറഞ്ഞാൽ എനിക്കാണ് ആ സീരിയൽ ഉപേക്ഷിക്കാൻ ദൈവം കൃപ തന്നത്. കൂടാതെ അത് കഴിഞ്ഞ് എനിക്ക് സിനിമ കാണുന്നതിനോടായിരുന്നു ഇഷ്ടം. ഇപ്പം അതും പോയി. രാവിലെ എഴുന്നേൽക്കുക, യൂട്യൂബിൽ നിന്ന് ആദ്യം ഞാനെടുത്ത് കൃപാസനത്തിൻ്റെ നമ്മുടെ 5:30 ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളിയിൽ പോകും. പള്ളിയിൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആദ്യം ദൈവത്തിന് സ്തോത്രഗീതം വയ്ക്കും ഞാൻ. അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ ടോക്ക് വയ്ക്കും. പിന്നെ അങ്ങനെ ഓരോന്നായിട്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇപ്പോൾ സന്തോഷം ഇവിടെ വന്ന് ഇത്രയും വലിയ നിലയിലെത്തിയാലല്ല, അതെൻ്റെ ഒരു വലിയ ഭൂമിയിലുള്ള എൻ്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു എൻ്റെ മക്കളെ ഒരു കര എത്തിക്കുക എന്നുള്ളത്. അതിന് എനിക്ക് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും നൽകിയ നന്മകൾക്ക് ഇനി നന്ദിയായി ജീവിക്കുക. പഴയ ഇസ്രായേൽ ജനത്തോട് ദൈവം ചോദിക്കുന്നുണ്ട്, നിങ്ങളും ഞാനുമായി ഒരു ഉടമ്പടി വെക്കട്ടെ എന്ന് മോശ വഴി ചോദിക്കും. അപ്പം ജനം പറയും, ഏകസ്വരത്തിൽ പറയും ഞങ്ങളും സമ്മതം എന്ന് പറയും. അങ്ങനെ അവർ ഉടമ്പടിക്ക് ദൈവം മുദ്ര വയ്ക്കുമ്പോൾ അവർക്ക് ദൈവം 4 വാഗ്ദാനങ്ങൾ നൽകി. ഒന്ന്, ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കും, ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായിരിക്കും, ദൈവത്താൽ നയിക്കപ്പെടുന്ന ജനമായിരിക്കും, ദൈവത്തിൻ്റെ പുരോഹിത ജനമായിരിക്കുന്നു. ഇന്ന് ഇവിടെ എൻ്റെ മകൻ അന്ന് ബോംബെക്ക് പോകാൻ തോന്നിയ കാരണം കൊണ്ടാണ് എനിക്ക് ഈ പരിശുദ്ധി അമ്മയുടെ അടുത്ത് വരാനും പുതിയ ഉടമ്പടിയാണ് പരിശുദ്ധി അമ്മ. ഈ അമ്മയുടെ ഉടമ്പടി മകളാവാനും എനിക്ക് സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ മറ്റെൻ്റെ ഭൗതിക ഉയർച്ചയാണ്. ഇതെൻ്റെ ആത്മാവിൻ്റെ ഉയർച്ചയ്ക്കായിട്ട് എനിക്കിവിടെ വരാൻ എൻ്റെ അമ്മ നൽകിയ വലിയ സമയത്ത് ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ മരണം വരെ ഈ ഉടമ്പടിയിൽ ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കട്ടെ എന്നും കൂടുതൽ എനിക്ക് എൻ്റെ ആത്മീയ വളർച്ച ദുരിതപ്പെടുത്താനായിട്ട് ഇനി സാധിക്കട്ടെ എന്ന് എനിക്ക് ആഗ്രഹം. അല്ലാതെ എൻ്റെ മക്കൾ നല്ല നിലയിലെത്തി എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞൊന്നല്ല. ഇനി എനിക്ക് എൻ്റെ ആത്മാവിൻ്റെ
ആത്മാവിന് വേണ്ട ഉയർച്ചകൾ വീണ്ടും വീണ്ടും കൊടുത്ത് അച്ഛൻ പറഞ്ഞ പോലെ ബാങ്ക് ഡെപ്പോസിറ്റ് വർദ്ധിപ്പിക്കണ പോലെ കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കാനും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. കൂടാതെ ഈ 3 പ്രാവശ്യവും ഇപ്പം മോന് ജോലിക്കും സ്ഥലം വാങ്ങാനും മോളുടെ ഇതിനും അച്ഛനാണ് ബ്ലസ് ചെയ്തു തന്നെ. അപ്പോൾ അച്ഛനെ ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കണം. അച്ഛന് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മളെ ബ്ലസ് ചെയ്യാൻ ഇവിടെ നിൽക്കുമ്പോൾ അച്ഛനും ആരോഗ്യവും ആയുസ്സും ഒക്കെ ഈശ്വരൻ നിറയെ കൃപയും കൊടുത്ത് നമ്മളെ ഓരോരുത്തരും ഇവിടെ വന്നവരെ അനുഗ്രഹിക്കാൻ അച്ഛന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ എനിക്ക് ഉടമ്പടി വച്ചപ്പോൾ 2 ആവശ്യങ്ങൾ എൻ്റെ ജോലിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. മോൻ ഇത്രയും നല്ല നിലയിലെത്തിയ കാരണം അതെനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അത് ജോലി ഞാൻ നിർത്താ ചെയ്ത്. അപ്പോൾ ഞാനിവിടെ സാക്ഷി എഴുതി കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു 80% എനിക്ക് സാധിച്ചു, 20% എനിക്ക് ഉടമ്പടി വച്ചാൽ സാധിച്ചില്ല, 20% എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. രണ്ടാമത് ഒരു ക്രൈസ്തവ കുടുംബമായതും പരസ്പര സ്നേഹത്തിൽ ജീവിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചത് ഈ കൃപാസനം പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തിലാണ്. എൻ്റെ മരണം വരെയും ആ സ്നേഹം അമ്മയോട് ഉണ്ടാവാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോൾ പൈസ ആയിട്ട് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം ചിലർക്കൊക്കെ പെട്ടെന്നാണ് അസുഖം വരുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലുണ്ടാവുന്ന ആ ബാലൻസ് കുറവിന് അപ്പോൾ അതായിട്ട് കൊടുക്കണേ. പിന്നെ കൃപാസനം പത്രം ഞാൻ ആദ്യമൊക്കെ അടുത്തുള്ളവർക്ക് കൊടുത്തേ. പിന്നെ മാതാവ് എനിക്ക് ഇത്രയും വലിയ കൃപ വന്നപ്പോൾ ഞാൻ അത് ബസ്സുകളിൽ തന്നെ കൊടുക്കാൻ തുടങ്ങി. കാരണം ബസ്സിൽ പോണവർ അപ്പോൾ ചിലരൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്നു. അതുകൂടാതെ ഞാൻ അച്ഛൻ ഗവൺമെൻറ് ആശുപത്രി വന്നപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം ചെറിയ സ്നാക്സിനോടൊപ്പം തന്നെ ഈ പത്രം കൊടുത്തു. ഒരാൾ എന്നെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ചേച്ചി ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്തു, എനിക്ക് കിട്ടിയ കൃപയേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഈ അപമാനം, സാരമില്ലാന്ന്. അതുപോലെ അമൃത ഹോസ്പിറ്റൽ ഭയങ്കര സെക്യൂരിറ്റി, അവിടെ നമുക്ക് പത്രമൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഞാൻ അവിടെ ഹസ്ബൻഡിനെ കാണിക്കാനായിട്ടും കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഓരോ സ്ഥലത്തും ഞാൻ പത്രം കൊടുക്കും. ആ സെക്യൂരിറ്റി എന്നെ ഓടിച്ചു വിടുമ്പോൾ ഞാൻ അപ്പുറം വഴി കൂടെ പോയി വേറെ സ്ഥലത്ത് പത്രം കൊടുത്ത് പത്രം ഞാൻ അവിടെ തീർത്തു. ഓരോരുത്തരോടും ഞാൻ പയ്യെ വർത്താനം പറയാൻ മാതിരി അവരുടെ അടുത്തിരിക്കും. അവിടെ പത്രം അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പത്രം കൊടുക്കും. അടുത്ത സ്ഥലത്ത് നിന്ന് അടുത്ത ആളുടെ അടുത്തിരിക്കും, കാര്യങ്ങൾ പറയും. എന്നിട്ടൊന്ന് വായിച്ച് നോക്ക്, മതം മാറ്റമൊന്നും അല്ല, നിങ്ങൾ വെറുതെ വായിക്കുക. അപ്പോൾ മാതാവ് നിങ്ങൾക്ക് ഇത് വിധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിസ്സഹായ സമയത്ത് നിങ്ങളുടെ അടുത്ത് എത്തിക്കോളും മാതാവ് എന്ന് പറഞ്ഞു. ഗവൺമെൻറ് ആശുപത്രി ചിലപ്പോൾ ഒരു ചേച്ചി ഇവിടേക്ക് നമുക്ക് പൈസയും തന്നോട്ട് ഇവിടെ നേർച്ച ഇടുന്നു പറഞ്ഞ് അവർ ഇവിടെ വരുമെന്ന് പറഞ്ഞു. 2-3 ഹിന്ദുക്കൾ വന്നു. ഇപ്പം ഞാൻ കൊണ്ടുപോയി വെച്ചേക്കണ പത്രവും ഞങ്ങളുടെ അടുത്തുള്ള ഹിന്ദുക്കൾക്ക് അറിയണ പള്ളി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അറിയാത്തവർക്ക് കൊടുക്കാമെന്ന് ഓർത്ത് അവിടെയാണ് ഞാനത് വെച്ചേക്കണത്. 121 5 മുതൽ 8 വരെ തിരുവചനങ്ങൾ. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലത് ഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിൻ്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. മേരി ജോസഫ് എന്ന ഈ സഹോദരിയും മകളും കുടുംബത്തിന് ലഭിച്ച ഓരോ അനുഗ്രഹത്തെയും വലിയ സന്തോഷത്തോടും നന്ദിയോടും കൂടി കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏറ്റവും ക്ലേശകരമായ ജീവിത സാഹചര്യത്തിലാണ് ചേച്ചി ഇവിടെ ഉടമ്പടി എടുക്കുവാൻ വന്നതെന്ന് ആദ്യം തന്നെ സൂചിപ്പിച്ചു. മകന് 2 ലക്ഷത്തിലധികം രൂപ ജോലിക്ക് വേണ്ടി കൊടുത്തത് ഏറെ നാളായി പരിശ്രമിച്ച് ജോലി കിട്ടാതെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പണം തിരികെ വാങ്ങുവാൻ മകൻ ബോംബെയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ ചെന്നാൽ പണം കിട്ടത്തില്ല, ചിലപ്പോൾ കൊന്നുകളയുവാൻ വരെ സാധ്യതയുണ്ടെന്ന് അവിടുന്ന് അറിയാവുന്നവർ വിളിച്ചു പറയുന്നു. ഈ ഒരു പ്രതിസന്ധിയിലാണ് സഹോദരി ഇവിടെ വന്ന് മകൻ ബോംബെയിൽ എത്തും മുമ്പ് ഇവിടെ എത്തുന്നതിന് വേണ്ടി ഇവിടെ ഓടിയെത്തി ഉടമ്പടി എടുക്കുന്നത്. സഹോദരി പറയുന്നുണ്ട്, ഇവിടെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ കണ്ണീരോടുകൂടി മകന് വേണ്ടി പ്രാർത്ഥിച്ച്, മകൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് അന്ന് മടങ്ങിപ്പോകുന്നു. അമ്മ കൊടുത്ത ആദ്യത്തെ അനുഗ്രഹം അവിടെ ഒരു വ്യക്തിയെ കണ്ടെത്തുവാൻ സഹായിച്ചു. ആ വ്യക്തിയിലൂടെ ആ പണം കൊടുക്കേണ്ട ഏജൻസിയുമായി സംസാരിക്കുവാൻ സഹായിച്ചു. പല തവണയായിട്ട് ആ പണം കുടുംബത്തിന് തിരികെ ലഭിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇവിടെ കുടുംബം ആഗ്രഹിച്ചൊരു വിഷയമായിരുന്നു മകൻ്റെ ജോലി ഒന്ന് സുസ്ഥിരമാകണം. എത്ര നാൾ പരിശ്രമിച്ചും നടക്കാതിരുന്ന ജോലിയുടെ കാലഘട്ടത്തിൽ പണം കൊടുത്തത് പാഴാകുമോ എന്ന് പേടിച്ചിരിക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ വിളിച്ചു പറയുന്നു, 2.5 ലക്ഷം കൊടുത്ത് നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്ന കുടുംബം, 60,000 ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കുടുംബം, അവരെ മാതാവ് കാണുന്നുവെന്ന്.
ശരിക്കും അച്ഛൻ്റെ ധ്യാനത്തിലെ സന്ദേശമാണ് കുടുംബത്തെ ഉറപ്പിച്ചു നിർത്തിയതും മാതാവിൻ്റെ സംരക്ഷണയിൽ തങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുവാനായിട്ട് കൃപ കൊടുത്തതും. പിന്നീട് സഹോദരി പറയുന്നുണ്ട്, ഏറ്റവും മികച്ച ഷിപ്പിംഗ് കമ്പനിയിലേക്ക് അവന് ജോലി കിട്ടി. കോവിഡ് കാലത്ത് ദീർഘനാൾ അതിൽ ജോലി ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഏറ്റവും മികച്ച സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നീട് അവൻ പറഞ്ഞ സാലറിക്ക് അവനെ ഷിപ്പിലെടുക്കുന്ന വിധത്തിൽ അവന് പുരോഗതി ഉണ്ടായി. ഇന്ന് ഏറ്റവും മികച്ച കമ്പനിയിൽ ഏറ്റവും മികച്ച റെമ്യൂണറേഷനോടുകൂടി അവന് ജോലിയെടുക്കുവാൻ സാധിക്കുന്നു. അതിൻ്റെ ഓരോ പ്രോസസ്സിനും ഇവിടെ അച്ഛൻ്റെ അരികിൽ കൊണ്ടുവന്ന പാസ്പോർട്ട് കൊടുത്ത് അച്ഛനത് അമ്മ മാതാവിനും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സൈത്യപൂശി ബലപ്പെടുത്തി അമ്മയുടെ സംരക്ഷണയിൽ മാത്രം നയിച്ചുകൊണ്ടിരുന്നു. അതെപ്പോഴും കുടുംബത്തിന് അനുഗ്രഹമായതിനെ സാക്ഷ്യപ്പെടുത്തി. മറ്റൊന്ന്, മകളുടെ OET പരീക്ഷ വിജയിച്ച വിഷയമാണ്. മകൾ ഇവിടുന്ന് OET എഴുതി ജയിക്കില്ല, അതുകൊണ്ട് കേരള വിസയിൽ പോകാമെന്ന് കരുതി അവിടെ ചെല്ലുന്നു. ഏറെ ക്ലേശകരമായ ജോലി അവിടെ ചെയ്യുന്നു. രാത്രി മാത്രമുള്ള ജോലി, വളരെ ഭാരമുള്ള വ്യക്തികൾ, എപ്പോഴും തിരികെ അയക്കുമെന്ന ഭീഷണി. അങ്ങനെ തികച്ചും മാനസികമായ സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോഴാണ് അമ്മ മാതാവിനെക്കുറിച്ച് വീണ്ടും അമ്മയോട് വിളിച്ചു പറഞ്ഞ് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. മകൾ പറയുന്നുണ്ട്, അവിടെ 2 തവണ OET എഴുതി പരാജയപ്പെട്ട് പിന്നീട് അടുത്ത 3ാമത്തെ തവണ എഴുതുമ്പോൾ അമ്മയുടെ സന്നിധിയിൽ സംരക്ഷണയിൽ തന്നെ സമർപ്പിച്ച് ഉടമ്പടി എടുത്താണ് ആ പരീക്ഷയ്ക്ക് വേണ്ടി മകൾ തയ്യാറായതും എഴുതിയതും. അത് ഇവിടെ തന്നെ വന്ന് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ തുറന്നു നോക്കുന്നു. അത് അമ്മ മാതാവ് ഏറ്റവും ക്ലേശമെന്ന് കരുതിയ റീഡിങ്ങിന് നിസ്സാരമായി ജയിപ്പിക്കുകയും ഏറ്റവും കോൺഫിഡൻസോടുകൂടി ജയിക്കുമെന്ന് കരുതി നിസ്സാരമായി കണ്ട മറ്റ് ഒരു മൊഡ്യൂൾ മകൾക്ക് പരാജയമായി തീരുകയും ചെയ്യുന്നു. എങ്കിലും ക്ലബിംഗ് സ്കോറിൽ മകൾക്ക് UK-യിലുള്ള OET എക്സാമിലൂടെ ജോലി മകൾക്ക് ഉറപ്പിച്ചു നൽകുന്നു. അതാണ് മറ്റൊരു സാക്ഷ്യം സൂചിപ്പിച്ചത്. പ്രിയമുള്ളവരെ, പിന്നെ മറ്റൊന്ന് സ്ഥലത്തെക്കുറിച്ചുള്ളതായിരുന്നു. 5 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയുള്ള അന്വേഷണം. അതിനുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരുക്കി വയ്ക്കുമ്പോൾ അമ്മ മാതാവ് അത് വലിയ വിലയുള്ള, ഏതാണ്ട് 1 കോടിയിലധികം വിലയുള്ള 15 സെൻറ്റ് സ്ഥലം കുടുംബത്തിന് താങ്ങാനാവുന്ന വിധത്തിൽ വാങ്ങുവാൻ പറ്റുന്ന സാമ്പത്തിക സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് അതിലേക്ക് വളർത്തിയതിൻ്റെ സാക്ഷ്യവും സൂചിപ്പിച്ചു. ഓരോന്നും വലിയ വലിയ കാര്യങ്ങൾ കുടുംബത്തിന് ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. 10ാമത്തെ തവണ ഉടമ്പടി പുതുക്കി ഈ കുടുംബം നിൽക്കുമ്പോൾ പറയുന്നുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയാണ്. സീരിയലിൽ നിന്നും അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനയിലേക്ക്, സ്വാർത്ഥതയിൽ നിന്നും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള പ്രവൃത്തികളിലേക്ക്, സ്വയം കഴിവിൽ ആശ്രയിക്കുന്ന മനോഭാവത്തിൽ നിന്നും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിലേക്ക്, ഞങ്ങളുടെ കഴിവോ സമ്പത്തോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് ജീവിതത്തിൽ തുടർച്ചയായി കിട്ടുന്ന ഓരോ നന്മയെന്ന് തിരിച്ചറിയുവാനുള്ള വലിയ കൃപ കുടുംബത്തിന് ലഭിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒടുവിൽ പറഞ്ഞു, പുതിയ കാലത്തിൻ്റെ ഉടമ്പടി അത് പരിശുദ്ധമ്മയോട് ചേർന്നുള്ള ഉടമ്പടിയാണ്. പുതിയ കാലത്തിൻ്റെ ഉടമ്പടി അത് ആത്മവിശുദ്ധീകരണത്തിൻ്റെ ഉടമ്പടിയാണ്. അമ്മ മാതാവ് നമ്മളെ ഓരോരുത്തരെയും ഈ ആലയത്തിലേക്ക് ചേർത്ത് കൊണ്ടുവരുമ്പോൾ നമ്മളോട് പറയും, പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുക, ദൈവത്തെ കറയില്ലാതെ സ്നേഹിക്കുക, സഹോദരങ്ങൾക്ക് നിർമ്മല ഹൃദയത്തോടെ നന്മ ചെയ്യുക, ദൈവനാമത്തെ ഏതു പ്രതിസന്ധിയുടെയും ഏത് പ്രതിലോമകരമായ സാഹചര്യത്തിലും പ്രഘോഷിക്കുവാനായിട്ട് ധൈര്യമുള്ളവരാവുക. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുമെന്ന്. ഇതാണ് ഉടമ്പടി ഈ കാലത്തിൽ കൈമാറുന്ന സന്ദേശം. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.